കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന് ശേഷം ആദ്യ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ് ഈറോഡിൽ നടന്ന പരിപാടിയിൽ DMK കടന്നാക്രമിച്ചായിരുന്നു വിജയുടെ പ്രസംഗം. DMKയെ തിന്മയുടെ ശക്തിയെന്നാണ് വിജയ് വിശേഷിപ്പിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വിജയ് തുടക്കം കുറിച്ചു. என்ன பண்ணாலும் நீங்க என்ன ட்ரை பண்ணாலும் எல்லாத்தையும் விட்டுட்டு மக்களுக்காக வந்திருக்கிற இந்த விஜய மக்கள் ஒரு நாளும் கைவிட மாட்டாங்க. மக்கள் கூடவே நிக்கிறாங்க, கூடவே நிப்பாங்கன்னு அவங்களுக்கு தெரியாம போச்சு. DMKയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാന ലംഘനങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിയായിരുന്നു വിജയുടെ പ്രസംഗം. DMK തിന്മയുടെ ശക്തിയെന്നും TVK സംശുദ്ധമെന്നും വിശേഷിപ്പിച്ചാണ് വിജയ് റാലിയെ അഭിസംബോധന ചെയ്തത്. പെരിയാറിന്റെ പേരിലാണ് DMK ജനങ്ങളെ കൊള്ളയടിക്കുന്നത്. കൊള്ളയടിച്ച പണമാണ് DMKക്ക് കൂട്ടായുള്ളത്. എന്നാൽ താൻ വരുന്നത് തമിഴ്നാടിനെ സേവിക്കാനാണെന്നും വിജയ് പറഞ്ഞു. പെരിയാർ അവർക്കിட்ட இருந்த அந்த செல்வாக்கையும் அந்த பதவிகளையும் அந்த பவரையும் வச்சுக்கிட்டு அவர் என்ன சொன்னார் தெரியுமா? இவ்வளவு செல்வாக்கு, இவ்வளவு பதவிகள், இவ்வளவு பவர் இருந்தோம் நான் ஒரு 5 பைசா காசு சம்பாதிச்சிருப்பேனா? எனக்கோ இல்ல என் குடும்பத்துக்கோ பட்டங்கள் வேணும், பதவி வேணும்னு ஏதாவது கேட்டிருப்பேனா? இல்ல ஏதாவது லாபம் பார்த்திருப்பேனா? இல்ல எதுக்காவது ஆசைப்பட்டிருப்பேனா? ஆனா அவர் பேரை சொல்லிக்கிட்டு அவருடைய கொள்கையை ஃபாலோ பண்றதா சொல்லிக்கிட்டு இப்ப ஆட்சியில இருக்கிறவங்க என்னெல்லாம் செய்யறாங்கன்னு. അടുത്തിടെ AIADMKയിൽ നിന്ന് TVKയിലെത്തിയ സെങ്കോട്ടയ്യന്റെ തട്ടകത്തിൽ നടന്ന യോഗത്തിൽ നാടിനെ കൊള്ളയടിക്കുന്ന DMK TVKയുടെ രാഷ്ട്രീയ എതിരാളികളാണെന്നും വ്യക്തമാക്കി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിമാരായ MGRും അണ്ണാദുരൈയും തമിഴ്നാടിന്റെ പൊതുസ്വത്താണെന്നും ആരുടെയും കുത്തകയല്ലെന്നും വിജയ് പറഞ്ഞു. വൈദ്യുതി നിരക്ക്, മണൽ ഖനന കൊള്ള ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും വിജയ് ഉയർത്തിക്കാട്ടി. ക്രമസമാധാനം, കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ DMK സർക്കാർ പരാജയപ്പെട്ടെന്നും വിജയ് ആരോപിച്ചു. അതേസമയം BJP കളത്തിലില്ലാത്ത പാർട്ടിയെന്നും വിജയ് പരിഹസിച്ചു. ഈറോഡിലെ വിജയമംഗലത്ത് ഉപാധികളോടെയാണ് പോലീസ് വിജയുടെ പരിപാടിക്ക് അനുമതി നൽകിയത്. അമ്മൻ കോവിലിന്റെ ഉടമസ്ഥതയിലുള്ള 32 ഏക്കർ ഭൂമിയിലാണ് യോഗം സംഘടിപ്പിച്ചത്. 20 മിനിറ്റോളം നീണ്ട പ്രസംഗത്തിന് 10,000 സാക്ഷിയായി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.